പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2 വീഡിയോകളാണ് ഇടാൻ പോകുന്നത്. ഒന്ന് ജിദ്ദയുടെ ചരിത്രം പറയുന്ന അല്ലെങ്കിൽ സൗദിയുടെ ചരിത്രം പറയുന്ന ഖുസാം പാലസിൻ്റെ ഒരു വീഡിയോവും, മറ്റൊന്ന് നമ്മൾ മുമ്പേ ചെയ്ത വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്, ജിദ്ദ സീസൺസിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി, ബലദിലെ കുറച്ച് ഭാഗങ്ങളും കൂടിയാണ് ഈ വീഡിയോയിൽ ഇടാൻ പോകുന്നത്. ഇത് അത്ര വിശാലമായ ഒരു വീഡിയോ അല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയ അല്ലെങ്കിൽ ബാക്കി വന്ന കുറച്ച് വീഡിയോകളാണ് ഇതിലിടുന്നത്. ഖുസാം പാലസിൻ്റെ ചില ചരിത്രങ്ങൾ കൂടി ഇത് നമുക്ക് പറയാനുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് ജിദ്ദയിലെ ഒരു തന്ത്രപ്രധാനമായ ഏരിയയിലാണ്. കിങ് അബ്ദുൽ അസീസിൻ്റെ കൊട്ടാരത്തിലാണ്. പഴയ കൊട്ടാരമാണ്. ഇപ്പോൾ അതൊരു മ്യൂസിയമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും കയറാൻ പറ്റുന്ന രീതിയിലൊരു മ്യൂസിയമായിട്ട് തുറന്നിട്ടുണ്ട്. ഇത് ഇന്ന് നമ്മൾ ജൂലൈ 17 ക്ലോസ് ചെയ്യണത് അല്ലേടാ? ഇത് ക്ലോസ് ചെയ്യും. ജൂലൈ 18 ക്ലോസ് ചെയ്യാണ്. ഇത് ജിദ്ദ സീസണിൻ്റെ ഭാഗമായിട്ട് തുറന്നതാണ്. ഈ കൊട്ടാരം ഇപ്പോൾ ഉള്ളത് ജിദ്ദയിലെ കിലോ 2 ഏരിയയിലാണ് അല്ലേ? കിലോ 2 ഏരിയയിലാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഉള്ളിൽ കുറേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുറേ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അവരുടെ കുറേ കരകൗശല അല്ലെങ്കിൽ അവരുടെ ആർട്ടുകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കൊട്ടാരത്തിൽ നമുക്ക് കയറുക എന്നുള്ളത് നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം തന്നെയാണ്. നമ്മളിവിടെ വന്നിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്, എന്നാണ് ഇത് ഉണ്ടാക്കിയത്, എങ്ങനെ എത്ര കാലമായി ഇതിവിടെ ഉള്ളതെന്നൊക്കെ നമുക്ക് ഇതിനുള്ളിൽ കയറിപ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണാൻ പറ്റുന്നത് കാണാം. തീർച്ചയായിട്ടും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഈ ബ്ലോഗ് എത്തിച്ചു കൊടുക്കുക. 1933 പണി കഴിപ്പിച്ച ഖുസാം പാലസ് എന്നു പേരുള്ള സൗദി രാജാവായ അബ്ദുൽ അസീസ് രാജാവിൻ്റെ കൊട്ടാരമാണ് ഈ കാണുന്നത്. സൗദിയുടെ ചരിത്രം പറയാൻ ഏറ്റവും ശേഷിയുള്ള വലിയൊരു കെട്ടിടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൗദിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രപ്രധാനമായ സംഭവമായിരുന്നു മൈനിങ്ങിലൂടെ ഓയിൽ കണ്ടെത്തിയത്. ആ ഓയിൽ കണ്ടെത്തിയ ഓയിൽ എക്സ്പ്ലോറേഷൻ്റെ ഹിസ്റ്ററിയിലെ KSAയുടെ ചരിത്രത്തിലെ ഓയിൽ എക്സ്പ്ലോറേഷൻ്റെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് എഗ്രിമെൻ്റ് സൈൻ ചെയ്തത് ഈ ഖുസാം പാലസിൽ വെച്ചിട്ടായിരുന്നു. $60 വർഷം മുന്നേ ഉള്ള കുറേ എക്യുപ്മെൻറ്റ്സാണ് കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സാണ്. റിയാദിലെ കൊട്ടാരത്തിലെ ഉണ്ടായിരുന്ന ലൈറ്റുകൾ ഇന്നിവിടെ ചെറിയൊരു പ്രദർശനം പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ 60 വർഷത്തെ 60 വർഷത്തെ ഇത്ര കാലത്തെ പഴക്കമുണ്ട്. പക്ഷേ നല്ലൊരു നമുക്ക് 60 വർഷം തന്നെ ഇങ്ങനെ ഇത്ര ഭയങ്കര കല്ലും മുട്ടൊക്കെയുള്ള ലൈറ്റുകളാണ് അവിടെ ഉപയോഗിച്ചിരുന്ന. കുറേ ലൈറ്റ്സും മറ്റുമൊക്കെയാണ് ഇതുള്ളത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരത്തിൽ ഓരോ ആർട്ടുകൾ പ്രദർശിപ്പിച്ചതാണ്. ഇപ്പോൾ ഇവിടെ വേറൊരു ആർട്ടാണ്, ഇത് വേറൊരു ആർട്ടാണ്. ഇത് കുറേ മുസല്ലകൾ, നമ്മൾ നമസ്കാരത്തിനൊക്കെ ഉപയോഗിക്കുന്ന കുറേ മുസല്ലകൾ വെച്ചിട്ടുള്ള ആർട്ടുകളാണ്. ചരിത്രം പറയാൻ നിരവധി കഥകളുള്ള ഒരു കൊട്ടാരമാണ് ഖുസാം പാലസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യയുമായും അഗാധമായ ബന്ധമുള്ള ഒരു കൊട്ടാരമാണ് ഖുസാം പാലസ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സൗദി അറേബ്യ സന്ദർശിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അബ്ദുൽ അസീസ് രാജാവ് ഒഫീഷ്യലി അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തത് ഈ കൊട്ടാരത്തിലിരുന്നു കൊണ്ടാണ് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ജിദ്ദയിൽ രാജാവ് വരുമ്പോൾ രാജാവ് താമസിച്ചിരുന്ന കൊട്ടാരമായിരുന്നു ഖുസാം പാലസ്. ഖുസാം പാലസിൽ ലോകത്തിലെ നിരവധി പ്രമുഖ നേതാക്കളെല്ലാം വന്നിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആധുനികതയ്ക്കപ്പുറത്തേക്ക് വലിയ ചരിത്രത്തിൻ്റെ കഥകൾ പറയുന്ന ഒരു വലിയ സൗധമാണ് ഖുസാം പാലസ് എന്നതിൽ ഒരു തർക്കവുമില്ല. നല്ലൊരു ആർട്ടാണ്. നൂലിൽ കോർത്ത മുത്തുകൾ, ചെറിയ മുത്തുകളാണിത്. അതുകൊണ്ട് രാജാവിൻ്റെ ആർട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ഒരു സ്റ്റൈലൻ കളർഫുൾ ഒരു ആർട്ടാണ് ഈ കാണുന്നത്. നമ്മൾ ബാക്കിൽ കാണുന്നത് മുത്തുകളെ കൊണ്ട് കോർത്തുണ്ടാക്കിയതാണ്.
ബലദിലെ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബലദിലെ ഈ ഹിസ്റ്റോറിക്കൽ ഏരിയ കുറേ നടന്ന് കാണാണ്ട് ശരിക്കും. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം മുന്നോട്ട് നമ്മൾ കണ്ടിരിക്കുന്നില്ല. ശരിക്കും 1.5 പോകണ്ടേ? 1.5 ഉണ്ടാവില്ല. 1.5 കിലോമീറ്ററോളം മുന്നോട്ട് കുറേ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ഹിസ്റ്റോറിക്കൽ ഏരിയ എന്നുള്ളത് ശരിക്ക് ആദ്യ ഒരു പഴയ ചരിത്രം പറയണത് ഇവിടെ വളരെ മുൻകാലങ്ങളിൽ തന്നെ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഈ ഏരിയയിൽ ഫുഡാണ്, എല്ലാ ഫുഡ് ഏരിയയും കിട്ടുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ അറബിലെ സൗദി അറേബ്യയിലെ എല്ലാ ഫുഡുകളും ഈ ഭാഗത്തിൽ ജിദ്ദ സീസൺസിൻ്റെ വീഡിയോ ആണ് കണ്ടത്. ജിദ്ദ സീസൺസ് സൗദി സീസൺസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സൗദിയിലെ ഒരു വലിയ ഫെസ്റ്റിവലിൻ്റെ ഭാഗമാണ്. ജിദ്ദക്കും തന്നെ അതിൻ്റെ ഒരു ചെറിയ ഭാഗവത്തായി നല്ല ഒരു പ്രോഗ്രാം ഇവിടെ ഒരു മാസങ്ങളോളം ഒരു പ്രോഗ്രാം ഇവിടെ നടന്നു. തീർച്ചയായിട്ടും ജിദ്ദയിൽ നമ്മൾ ഈ പ്രവാസികൾ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു
ചരിത്രപ്രധാനമായ ഒരു സംഭവ വികാസമാണ് ഇതുവരെ ജിദ്ദയിൽ നടന്നത്. ജൂലൈ 18-ന് ഇത് അവസാനിക്കുകയാണ്. ഇന്നത്തോടെ നമ്മളിത് അവസാനിക്കുകയാണ്. ഇവിടെ നടന്ന ഓരോ പ്രോഗ്രാമും, കൾച്ചറൽ ഫെസ്റ്റിവലും മറ്റുമൊക്കെ പല നാട്ടിൽ നിന്നുള്ള വിദേശികൾ വന്നിട്ടാണ് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പ്രവാസി ജിദ്ദയിലാവുക, സൗദി അറേബ്യയിലാവുക, നമ്മളിത് കാണേണ്ടതാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.